സുഹൃത്തുക്കളെ, എൻ്റെ കയ്യിലിരിക്കുന്ന ഹൂ മൂഡ് മൈ ചീസ് നിങ്ങൾക്ക് ഏവർക്കും വളരെ പരിചിതമായ ഒരു പുസ്തകമാണ്. മാനേജ്മെൻറ്റ് സ്റ്റഡീസിലും സെൽഫ് ഹെൽപ്പ് ബുക്സിലും ഒക്കെ താല്പര്യമുള്ള എല്ലാ ആൾക്കാരും ഒരിക്കലെങ്കിലും കേട്ടിട്ടുള്ള പേരാണ് സ്പെൻസർ ജോൺസന്റെ ഹൂ മൂഡ് മൈ ചീസ് എന്നുള്ളത്. ഈ പുസ്തകത്തിൻ്റെ ഒരു ചെറിയ സമ്മറിയാണ് ഞാൻ ഇന്ന് അവതരിപ്പിക്കുന്നത്. ഈ പുസ്തകം ഒരു കഥ പോലെയാണ് അദ്ദേഹം അവതരിപ്പിച്ചിരിക്കുന്നത്. ഒരു മെയ്സിനകത്തുള്ള, അതായത് നമ്മൾ പഴയ പുസ്തകങ്ങളിലൊക്കെ കാണുന്ന പസിൽ പോലെയുള്ള, വഴി കണ്ടുപിടിക്കാനൊക്കെയുള്ള പസിലിനകത്തുള്ള പോലത്തെ ഒരു മെയ്സ്. ആ മെയ്സിനകത്ത് ചീസ് ഉണ്ട് പലയിടത്തായിട്ട്. ദെൻ അവിടെ താമസിക്കുന്ന 4 ജീവികളുടെ കഥയാണ് പറയുന്നത്. 2 എലികൾ, സ്നിഫ് ആൻഡ് സ്കറി, 2 കുഞ്ഞു മനുഷ്യന്മാർ, ഹെം ആൻഡ് ഹോ. ഇവരുടെ ഈ ചീസ് അന്വേഷിച്ചിട്ടുള്ള യാത്രയുടെ കഥയാണ് ഈ ഹൂ മൂഡ് മൈ ചീസ് എന്നുള്ള പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഈ 4 പേരും രാവിലെ ഉറക്കം എണീറ്റ് കഴിഞ്ഞാൽ അവരുടെ റൊട്ടീൻ എന്ന് പറയുന്നത് ഈ ചീസ് കണ്ടെത്താനായിട്ട് പോവുക എന്നുള്ളതാണ്. അതിനകത്ത് സ്നിഫും സ്കറിയും ഈ പറഞ്ഞതുപോലെ എലികൾ മാത്രമായതുകൊണ്ട് വളരെ കാര്യമായിട്ട് ചിന്തിക്കാനൊന്നുമില്ല. അവരുടെ ഒരു വഴി മണം പിടിച്ച് അവർ പോകും. കുറേ പോകുമ്പോഴത്തേക്കും ഒരുപക്ഷെ അത് ചീസിലേക്കുള്ള വഴിയായിരിക്കും, അല്ലെങ്കിൽ ഒരുപക്ഷെ അന്തമില്ലാത്ത വഴിയിലേക്കായിരിക്കും പോവുക. അവർ കുറേ പോയിട്ട് അവർക്ക് തെറ്റെന്ന് തോന്നിക്കഴിഞ്ഞാൽ അവർക്ക് വേറെ കൂടുതൽ ആലോചിക്കാനില്ല, അവർ അടുത്ത വഴിയിലേക്ക് വീണ്ടും മണം പിടിച്ച് ഓടിപ്പോകും. ഇങ്ങനെ രാവിലെ വളരെ നേരത്തെ തന്നെ എണീറ്റ് ചീസിന് വേണ്ടി ഓടുന്നവരാണ് ഈ സ്നിഫ് ആൻഡ് സ്കറി. അതേസമയത്ത് ഹെം ആൻഡ് ഹോ കുഞ്ഞു മനുഷ്യരായതുകൊണ്ട് തന്നെ അവരുടെ ബ്രെയിൻ കുറച്ചുകൂടി കോംപ്ലക്സ് ആയിട്ടുള്ള തിങ്കിങ്സിനൊക്കെ പറ്റുന്നതായതുകൊണ്ട് അവർ ഈ ചീസ് അന്വേഷിച്ച് കുറച്ചുകൂടി ആലോചനയോടുകൂടിയായിരിക്കും പോവുക. അവർ ഏതൊക്കെ വഴി ആൾറെഡി പോയിട്ടുണ്ട്, ഏതൊക്കെ വഴിയിലാണ് ഈ ചീസ് കണ്ടുപിടിക്കുവാൻ സാധ്യതയുള്ളത് എന്നൊക്കെ ചിന്തിച്ച് ചീസ് അന്വേഷിച്ച് ഇവർ പോകുന്നു. ദെൻ ഇങ്ങനെ ഇവരുടെ അന്വേഷണത്തിൻ്റെ ഇടയിൽ ഒരിക്കൽ അവർക്കൊരു സി എന്ന് പറയുന്ന ചീഫ് സ്റ്റേഷൻ അവർ കണ്ടെത്തുന്നു. അവിടെ അവരുടെ കുറേ കാലത്തേക്കുള്ള അവരുടെ ആവശ്യത്തിനുള്ള ചീസ് അവർ ഉണ്ട് എന്ന് സന്തോഷത്തോടു കൂടെ കണ്ടെത്തുകയും എല്ലാ ദിവസവും അവർ ആ സി സ്റ്റേഷൻ ചീസിൽ നിന്ന് ചീസ് കഴിക്കുകയും ചെയ്യുന്നു. ഹെം ആൻഡ് ഹ ഇതിനടുത്ത് തന്നെ ഈ ചീസ് സ്റ്റേഷൻ സിക്ക് അടുത്ത് തന്നെ ഒരു വീട് വെക്കുകയും അവിടെ നിന്ന് അവരെല്ലാ ദിവസവും രാവിലെ പതുക്കെ എണീറ്റ് ചീസ് അന്വേഷിച്ച് പോവുകയാണ് ചെയ്യുന്നത്. പിന്നീട് അവർ എല്ലാ ദിവസവും ആ ചീസ് അവിടെ കാണാൻ തുടങ്ങിയതോടുകൂടി തന്നെ അവരുടെ ജീവിതത്തിൻ്റെ ഒരു റൊട്ടീനായിട്ട് അത് മാറി. അവർ കൂടുതലൊന്നും അവിടെ അന്വേഷിക്കാറില്ല. വളരെ പതുക്കെ എണീക്കുകയും അലസരായിട്ട് അവിടെ പോവുകയും ആ ചീസ് കഴിക്കുകയും തിരിച്ചു വരികയും ചെയ്യുന്നു. ഇടയ്ക്കിടയ്ക്ക് അവരുടെ മറ്റു മീസുകളിലുള്ള സുഹൃത്തുക്കളെയൊക്കെ വിളിച്ചുകൊണ്ട് വന്ന് കാണിക്കും, നോക്കൂ നമ്മുടെ ചീസ് കണ്ടോ, എന്തുമാത്രം ചീസാണ് നമുക്കിവിടെ ഉള്ളതെന്ന്. നമ്മൾ ഒരു സമയത്ത് കുറേ ചീസിന് വേണ്ടി അലഞ്ഞെങ്കിൽ നമ്മുടെ ജീവിതകാലം മുഴുവനും സുഭിക്ഷമായിട്ട് കഴിക്കാനുള്ള ചീസ് നമ്മൾ കണ്ടെത്തിയിരിക്കുന്നു എന്ന് ഇവർ പറയുകയും ചെയ്യും. അതേസമയത്ത് സ്നിഫ് ആൻഡ് സ്കറി അങ്ങനെയല്ല. അവർ പണ്ടത്തെ പോലെ എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് അവരിപ്പോഴും കഴിഞ്ഞിരുന്നത്. അവർ അതിരാവിലെ എണീക്കും, 2 പേരും വളരെ നേരത്തെ ഈ പറയുന്ന ചീസ് സ്റ്റേഷനിലേക്ക് പോകും. അവരാദ്യം പോയി ആ ചീസ് മണപ്പിക്കും, എന്തൊക്കെ മാറ്റങ്ങളാണ് ആ ചീസിൻ്റെ ചുറ്റും സംഭവിച്ചിരിക്കുന്നതെന്നൊക്കെ നോക്കും. അവർക്ക് ആവശ്യമുള്ള ചീസ് കഴിക്കും, അവർ തിരിച്ചു വരും. ഇങ്ങനെയാണ് അവർ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു ദിവസം രാവിലെ ഈ സ്നിഫ് ആൻഡ് സ്കറി എന്നുള്ള 2 എലികളും രാവിലെ ചീഫ് സ്റ്റേഷൻ സിയിലേക്ക് വരുമ്പോൾ അവിടെ ചീസൊന്നും തന്നെ കാണുന്നില്ല. പക്ഷെ അവർക്കതിൽ വലിയ അത്ഭുതമൊന്നും തോന്നിയില്ല. കാരണം അവരെല്ലാ ദിവസവും ആ ചീസ് കുറഞ്ഞു വരുന്നത് വീക്ഷിക്കാറുണ്ടായിരുന്നു. അവർ മണത്തിലൂടെ ആ ചീസ് മോശമായിക്കൊണ്ടിരിക്കുന്നതും ചീസ് ഉടനെ തന്നെ കഴിയുമെന്നും മനസ്സിലാക്കിയിരുന്നു. അവർ ചീസ് ഇല്ല എന്ന് തിരിച്ചറിഞ്ഞ ഉടനെ അവർ മുമ്പ് ഉപയോഗിച്ചിരുന്ന ഷൂകൾ അവരുടെ കഴുത്തിൽ തൂക്കിയിട്ടേക്കുമായിരുന്നു. ആ ഷൂകളെടുത്ത് കാലിലിട്ട് അവരടുത്ത ചീസ് സ്റ്റേഷൻ കണ്ടുപിടിക്കാനായിട്ട് ആ മെയ്സിലേക്ക് 2 പേരും മണം പിടിച്ചുകൊണ്ട് ഓടുന്നു. എന്നാൽ എല്ലാ ദിവസത്തെയും പോലെ വളരെ പതുക്കെ എണീറ്റിട്ട് ഹെം ആൻഡ് ഹോ ഇതേ ചീസ് സ്റ്റേഷൻ്റെ അടുത്തേക്ക് പോയിട്ട് ആ ചീസ് അവിടെ കാണാതാകുമ്പോൾ ആകെ വിഷമത്തിലാവുകയും ആരാണ് നമ്മളെ ചീസ് എടുത്തുകൊണ്ട് പോയത് എന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിക്കുകയും ആ ചീസ് എടുത്തുകൊണ്ട് പോയ ആളെ ശപിക്കുകയും തങ്ങളുടെ ദുരവസ്ഥയിൽ സങ്കടപ്പെടുകയും ചെയ്യും. അവർ അന്നൊരു ദിവസം മുഴുവനും തന്നെ കണ്ണുകളടച്ച് ഭയങ്കര നിരാശയോടുകൂടി സങ്കടപ്പെടുകയൊക്കെ ചെയ്തതിന് ശേഷം അവർ തിരിച്ച് വിശന്ന് വീട്ടിലേക്ക് പോവുകയാണ്. പിറ്റേ ദിവസവും അവർ വീണ്ടും വന്നിട്ട് പിറ്റേ ദിവസം അവരുടെ ചീസ് ആരെങ്കിലും തിരിച്ചു കൊണ്ടുവച്ചോ എന്ന് നോക്കുകയും ഇല്ല എന്ന് കാണുമ്പോൾ ചുറ്റുമുള്ള സാഹചര്യങ്ങളെല്ലാം ചീത്ത പറയുകയും വീണ്ടും ആ ചീസ് ഇല്ലാത്തതോർത്ത് ദുഃഖപ്പെടുകയും ചെയ്യുന്നതാണ് കാണുന്നത്. കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്കും ഹായ്ക്ക് മനസ്സിലാവുകയാണ് ഇവിടെ എല്ലാ ദിവസവും ഇങ്ങനെ വന്ന് കരഞ്ഞുകൊണ്ടിരുന്നിട്ടോ വിഷമിച്ചിട്ടോ കാര്യമില്ല. അവിടെ ചീസ് നഷ്ടപ്പെട്ടു പോയെങ്കിൽ വേറെ ചീസ് സ്റ്റേഷൻ അന്വേഷിച്ച് പോവുക തന്നെ വേണം എന്ന് ഹോ തിരിച്ചറിയുന്നു. ആദ്യം അവരുടെ കംഫർട്ടായിട്ടുള്ള ചീസ് സ്റ്റേഷൻ സിയിൽ നിന്ന് പുറത്തേക്ക് പോകാൻ ഹോയ്ക്ക് കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാകുന്നുണ്ടെങ്കിലും പക്ഷേ ആ ബുദ്ധിമുട്ടുകളൊക്കെ അതിജീവിച്ച് ഹോ രണ്ടും കൽപ്പിച്ച് പേടിയെ മാറ്റിക്കൊണ്ട് ചീസ് സ്റ്റേഷനിലേക്ക് ഉള്ള യാത്ര മെയ്സിൽ ആരംഭിക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ ഹെം അവിടെ തന്നെ വീണ്ടും കരഞ്ഞുകൊണ്ട് തൻ്റെ ദിവസം കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. കുറച്ച് ദിവസത്തെ അന്വേഷണങ്ങൾക്ക് ശേഷം പല സമയങ്ങളിലും പലതരത്തിലുള്ള പരാജയങ്ങൾ ഹോ നേരിട്ടെങ്കിലും കുറച്ച് ദിവസങ്ങളുടെ അന്വേഷണങ്ങൾക്ക് ശേഷം ചീസ് സ്റ്റേഷൻ എൻ എന്നുള്ള ഒരു പുതിയ ചീസ് സ്റ്റേഷൻ ഹോ കണ്ടുപിടിക്കുകയാണ്. അവിടെ സ്നിഫും സ്കറിയും ചീസ് കഴിച്ചുകൊണ്ടിരിക്കുന്നു. അതോടൊപ്പം ഹോയും ചേർന്ന് വീണ്ടും ജീവിതത്തിൽ സന്തോഷം കണ്ടെത്തുകയാണ്. എന്നാൽ പുതിയ ചീസ് സ്റ്റേഷനിലെത്തുന്ന ഹോയ്ക്ക് കുറച്ച് വ്യത്യാസങ്ങളുണ്ട്. പഴയതുപോലെ
ഏതെങ്കിലും സമയത്ത് പോവുകയല്ല ചെയ്യുന്നത്. ചുറ്റുമുള്ള സാഹചര്യങ്ങളെ മനസ്സിലാക്കുകയും ആ ചീസിന് എന്തെങ്കിലും മാറ്റമുണ്ടോ എന്ന് എല്ലാ ദിവസവും അന്വേഷിക്കുകയും അതോടൊപ്പം മറ്റ് അവസരങ്ങളെ തേടി എല്ലാ ദിവസവും കുറച്ച് യാത്ര ചെയ്യുകയും സാഹചര്യങ്ങളെ മനസ്സിലാക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. ഇതാണ് ഈ ഹൂ മൂവ്ഡ് ബൈ ചീസ് എന്നുള്ള പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന കഥയുടെ സമ്മറി. എന്നാൽ ഈ കഥയിൽ നിന്നും നമ്മൾ പഠിച്ചിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളെക്കുറിച്ച് എഴുത്തുകാരൻ പറയുന്നുണ്ട്. അവയെ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ഒന്നാമതായിട്ട്, ചേഞ്ച് ഹാപ്പൻസ്, ദേ കീപ് മൂവിങ് ദ ചീസ്. അതായത് മാറ്റം എന്നുള്ളത് എന്നാണെങ്കിലും ജീവിതത്തിൽ അനിവാര്യമായ ഒരു കാര്യമാണ്. നമുക്ക് അവിടെ ഒരു ചീസ് ഉണ്ടായിരുന്നു എന്നുള്ളത് കൊണ്ട് എന്നും ആ ചീസ് ഉണ്ടാകണമെന്നില്ല. ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിലെ ചീസ് ഒരുപക്ഷെ നമ്മുടെ ജോലിയായിരിക്കാം, നമ്മുടെ ആരോഗ്യമായിരിക്കാം, നമ്മുടെ ബന്ധങ്ങളായിരിക്കാം. പക്ഷേ ആ ചീസിന് ഒരു മാറ്റവും ഉണ്ടാകില്ല എന്ന് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ അവിടെ നമുക്ക് തെറ്റുപറ്റുകയാണ്. രണ്ടാമതായിട്ട്, ആൻറ്റിസിപ്പേറ്റിംഗ് ചേഞ്ച്, ഗെറ്റ് റെഡി ഫോർ ദ ചീസ് ടു മൂവ്. എപ്പോൾ വേണമെങ്കിലും നമ്മുടെ ചീസ് അവിടെ നിന്നും മാറാമെന്നും ആ ചേഞ്ച് നമ്മളെപ്പോഴും ആൻറ്റിസിപ്പേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കണം എന്നുള്ളതാണ് ഈ കഥ പഠിപ്പിക്കുന്ന മറ്റൊരു കാര്യം. ഈ ചേഞ്ചിന് വേണ്ടി നമ്മൾ ആൻറ്റിസിപ്പേറ്റ് ചെയ്യേണ്ടത് ഒരുപക്ഷെ നമ്മുടെ ജോലിയിലാണെങ്കിൽ നമുക്ക് എങ്ങനെയാണോ നമ്മളെ തന്നെ അപ്സെല് ചെയ്യാൻ പറ്റുന്നത്, എങ്ങനെയാണോ നമുക്ക് കുറച്ചുകൂടി മെച്ചമാകാൻ പറ്റുന്നത്, ആ മാറ്റങ്ങളെല്ലാം നമ്മൾ എന്നും ഉൾക്കൊണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഈ ഒരു ചേഞ്ചിനെ നമുക്ക് ആൻറ്റിസിപ്പേറ്റ് ചെയ്യുവാനായിട്ട് കഴിയും. നമ്മുടെ ഈ ഒരു ചീസിന് പുറമെ നമുക്ക് എവിടെ നിന്നെല്ലാം മറ്റ് ചീസ് കണ്ടെത്താൻ പറ്റും, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ മറ്റു മരീചികൾ എവിടെയാണ് എന്ന് അന്വേഷിക്കുകയും കൂടി തുടരുമ്പോൾ നമ്മൾ ഈ ഒരു ചേഞ്ചിനെ ആൻറ്റിസിപ്പേറ്റ് ചെയ്ത് ഇരിക്കുന്നവരായിട്ട് നമുക്ക് മാറുവാനായിട്ട് കഴിയും. മൂന്നാമതായിട്ട്, മോണിറ്റർ ചേഞ്ച് എന്നുള്ളതാണ്. സ്മെൽ ദ ചീസ് ഓഫൺ സോ യു നോ വെൻ ഇറ്റ് ഈസ് ഗെറ്റിംഗ് ഓൾഡ്. നമ്മുടെ ജീവിതത്തിൽ നമ്മളൊരു ചീസ് കണ്ടെത്തി എന്ന് കരുതി നമ്മളെ അന്ധമായിട്ട് ആ ചീസിനെ ഫോളോ ചെയ്യാതെ നമുക്ക് ചുറ്റുമുള്ള അന്തരീക്ഷത്തെയും നമുക്ക് ചുറ്റുമുള്ള അവസരങ്ങളെയും നമ്മൾ എപ്പോഴും സസൂക്ഷ്മം നിരീക്ഷിച്ചുകൊണ്ട് തന്നെ ഇരിക്കണം. എപ്പോഴാണ് നമ്മൾ ആ ചീസിന് മോശമാകുന്നത് എന്നുള്ളത് ബോധ്യം നമുക്ക് വേണം. നമുക്ക് വളരെ സുരക്ഷിതമായ ഒരു ജോലി ഉണ്ട് എന്നുണ്ടെങ്കിൽ പോലും ആ ജോലിയിൽ നമ്മൾ സ്ഥിരമായിട്ട് നിൽക്കുവാൻ വേണ്ടി നമ്മുടെ സ്കില്ലുകൾ മാറ്റത്തിന് വിധേയമാകുന്നുണ്ടോ, നമ്മൾ നമ്മളെ തന്നെ സെല്ല് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ചോദിച്ചുകൊണ്ടിരിക്കേണ്ട ഒരു ചോദ്യമാണ്. അഡാപ്റ്റ് ടു ചേഞ്ച് ക്വിക്കലി എന്നുള്ളതാണ് മറ്റൊരു പോയിന്റ്. ദ ക്വിക്കർ യു ഗോ ഔട്ട് ഓഫ് ദ ഓൾഡ് ചീസ് ദ സൂണർ യു ക്യാൻ എൻജോയ് ദ ചീസ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോയിന്റുകളിൽ പറഞ്ഞതുപോലെ ഒരു മാറ്റത്തിന് വേണ്ടി നമ്മൾ തയ്യാറായിട്ട് ഇരിക്കുകയാണെങ്കിൽ നമ്മുടെ ചീസ് മാറുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ, നമ്മുടെ ജീവിതത്തിൽ ഒരു ദുർഘടം ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് അതിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യാതെ അതിൻ്റെ സൊല്യൂഷൻ കണ്ടെത്തി മറ്റൊരു മേഖലയിലേക്ക് കടന്നു പോകുവാൻ അല്ലെങ്കിൽ അടുത്ത ചീസ് അന്വേഷിച്ച് പോകുവാനായിട്ട് നമുക്ക് കഴിയും. അതിന് തയ്യാറായിരിക്കുക എന്നുള്ളതാണ് നാലാമത്തെ പോയിന്റ്. ദെൻ അഞ്ചാമത്തെ പോയിന്റ് ചേഞ്ച് എന്നുള്ളതാണ്. മൂവ് വിത്ത് ദ ചീസ്. അതായത് ചീസ് മാറും എന്നുള്ളതിനെ മുൻകരുതിക്കൊണ്ട് നമ്മൾ മാറ്റങ്ങൾ വരുത്തുന്നതോടൊപ്പം നമ്മൾക്ക് തന്നെ ഒരു മാറ്റവും കൂടി കൊണ്ടുവരണം എന്നുള്ളതാണ് ഈ പോയിന്റിലൂടെ പറഞ്ഞിരിക്കുന്നത്. അതായത് ഈ കഥയിൽ ഹോയെക്കുറിച്ച് സൂചിപ്പിച്ചിരിക്കുന്നത് പോലെ ഹോയ്ക്ക് സ്വയം ഒരു മാറ്റം ഉണ്ടായപ്പോഴാണ് പുതിയൊരു ചീസ് സ്റ്റേഷൻ അന്വേഷിക്കുവാനായിട്ട് കഴിഞ്ഞത്. അതുപോലെ നമ്മുടെ ചീസ് മാറി പുതിയൊരു സാഹചര്യത്തിലേക്ക് എത്തിയാൽ ആ സാഹചര്യത്തിൽ ഉതകുന്ന രീതിയിൽ നമ്മളിൽ മാറ്റങ്ങൾ വരുത്തുക എന്നുള്ളത് നമ്മളെപ്പോഴും തയ്യാറായിരിക്കേണ്ട ഒരു കാര്യമാണ്. ദെൻ അവസാനത്തെ പോയിന്റ്, ദേ കീപ് മൂവിങ് ദ ചീസ്, ബി റെഡി ടു ചേഞ്ച് ക്വിക്കലി ആൻഡ് എൻജോയ് ഇറ്റ് അഗെയിൻ ആൻഡ് അഗെയിൻ. നമ്മുടെ ജീവിതം ഒരു വലിയ ഓട്ടമാണ് എന്നൊക്കെ പറയുന്നത് പോലെ നമ്മൾ ചീസായിട്ട് പലപ്പോഴും ജീവിതത്തിൽ കാണുന്ന പല കാര്യങ്ങളും എപ്പോഴും മാറിക്കൊണ്ടിരിക്കും. അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ പല സാഹചര്യങ്ങളിലും നമ്മൾ തേടിപ്പോകേണ്ടി വരുന്ന ചീസ് മറ്റു പലയിടത്തുമായിരിക്കും. സോ അത്തരത്തിലുള്ള ചേഞ്ചുകൾക്ക് തയ്യാറായിട്ടുള്ളവർക്ക് മാത്രമേ ജീവിതത്തിൽ വിജയം കണ്ടെത്തുവാനായിട്ട് കഴിയുകയുള്ളൂ. സോ ബി റെഡി ഫോർ ദ ചേഞ്ച് ആൻഡ് ബി റെഡി ടു എൻജോയ് ദ ചീസ്. സോ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. കൂടുതൽ വീഡിയോസിനായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.